റിമെമ്പർ എന്നാൽ ഓർമ്മിക്കുക. റിമെമ്പർ ടു ഡു സംതിങ് എന്ന് പറയുന്നതും റിമെമ്പർ ഡൂയിങ് സംതിങ് എന്ന് പറയുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ട്. അതിൻ്റെ മീനിങ്സിലും അതുപോലെ അത് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസിലും ഡിഫറൻസ് ഉണ്ട്. ആദ്യം നമുക്ക് റിമെമ്പർ ടു ഡു സംതിങ് എവിടെ ഉപയോഗിക്കും എന്ന് നോക്കാം. റിമെമ്പർ ടു ഡു എന്ന് പറയുമ്പോൾ റിമെമ്പർ എന്ന വേർഡ് കഴിഞ്ഞ് എന്ന ഒരു വേർബ് കഴിഞ്ഞിട്ട് ടു ഡു, ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ V1 ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ റിമെമ്പർ പ്ലസ് ഇൻഫിനിറ്റീവ്. ഇത് ഏത് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത്? ഒരു കാര്യം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ, അത് നടന്നിട്ടില്ല. അപ്പോൾ ആ കാര്യം ഓർമ്മിക്കൂ എന്ന് പറയുന്നതിന് നമുക്ക് റിമെമ്പർ ടു ഡു എന്നുപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, റിമെമ്പർ ടു ഡു ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് ചെയ്യാൻ ഓർമ്മിക്കൂ, അത് മറന്നു പോകല്ലേ എന്ന രീതിയിലാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഹോംവർക്ക് ചെയ്യുക എന്ന ഒരു കാര്യം കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് നമ്മൾ റിമെമ്പർ ടു ഡു എന്ന ഒരു പ്രയോഗം വേണ്ടി വരുന്നത്. റിമെമ്പർ ടു ബൈ വെജിറ്റബിൾസ്, വെജിറ്റബിൾസ് വാങ്ങാൻ ഓർമ്മിക്കൂ. അപ്പോൾ വെജിറ്റബിൾസ് വാങ്ങിയിട്ടില്ല, അതിന് സമയമാകുന്നതേ ഉള്ളൂ, പക്ഷെ അത് ഓർമ്മിക്കൂ എന്നാണ്. ഐ റിമെമ്പർ ടു ബൈ മിൽക്ക്, ഞാൻ ഓർക്കുന്നു. എന്ത്? മിൽക്ക്. ടു ബൈ മിൽക്ക്, മിൽക്ക് വാങ്ങണമെന്ന കാര്യം ഞാൻ ഓർക്കുന്നു, എനിക്ക് ഓർമ്മയുണ്ട് എന്നാണ് അതിനർത്ഥം. ഐ റിമെമ്പർ ടു ബൈ മിൽക്ക്, മിൽക്ക് വാങ്ങാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഓർമ്മിക്കുന്നു. ഐ റിമെമ്പർ എന്ന് പറയുന്നത് പോലെ തന്നെ യു റിമെമ്പർ, വി റിമെമ്പർ, ദേ റിമെമ്പർ എന്നൊക്കെ പറയാം. സബ്ജക്റ്റ് മാറ്റി മാറ്റി ഉപയോഗിക്കാം. പക്ഷേ സിംഗുലർ സബ്ജക്ട്സ് ആയ ഹി, ഷീ, അതുപോലെ വേറെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ റിമെമ്പേഴ്സ് എന്ന് ഉപയോഗിക്കണം. പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ ഷീ റിമെമ്പേഴ്സ് ടു ഡു ഹെർ ഹോംവർക്ക്, അവളുടെ ഹോംവർക്ക് ചെയ്യാൻ അവൾക്ക് ഓർമ്മയുണ്ട്, അവൾ ഓർമ്മിക്കുന്നു. ഷീ റിമെമ്പേഴ്സ് ടു മീറ്റ് ഹിം, അവനെ മീറ്റ് ചെയ്യണമെന്നത് അവൾ ഓർക്കുന്നു. ഷീ റിമെമ്പേഴ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് റിമെമ്പർ അല്ലെങ്കിൽ റിമെമ്പേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇത് പലപ്പോഴും ഒരാളെ ഒരു കാര്യം റിമൈൻഡ് ചെയ്യുന്നതിന്, അത് മറക്കല്ലേ, അത് ഓർമ്മിക്കണം എന്നൊക്കെ പറയില്ലേ, അതിനു വേണ്ടി നമുക്ക് ഈ റിമെമ്പർ ടു ഡു എന്ന ഒരു പ്രയോഗം ഉപയോഗിക്കാം. ഇനി റിമെമ്പർ ഡൂയിങ് സംതിങ്, അത് എവിടെ ഉപയോഗിക്കും? റിമെമ്പർ ഡൂയിങ് സംതിങ് എന്ന് പറയുമ്പോൾ ഡു എന്ന വേർബിൻ്റെ ING ഫോമാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അതിന് വളരെയധികം മീനിങ്ങിലും സിറ്റുവേഷൻസിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, റിമെമ്പർ, ഐ റിമെമ്പർ ഡൂയിങ് മൈ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു എൻ്റെ ഹോംവർക്ക് ചെയ്തതായി, ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മളത് ഓർമ്മിക്കുന്നു. ഇപ്പോൾ ഞാനത് ഓർമ്മിക്കുന്നു, ഞാനത് ഹോംവർക്ക് ചെയ്തതായി, ചെയ്തതായി എന്ന് പറയുമ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഐ റിമെമ്പർ ബൈയിങ് വെജിറ്റബിൾസ്, വെജിറ്റബിൾസ് വാങ്ങിയതായി ഞാൻ ഓർക്കുന്നു, വെജിറ്റബിൾസ് വാങ്ങിക്കഴിഞ്ഞു, അത് ഞാനിപ്പോൾ ഓർക്കുന്നു. ആ ഒരു കാര്യം, ആ വാങ്ങിയ കാര്യം ഞാൻ ഓർക്കുന്നു എന്നാണ്, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഷീ റിമെമ്പേഴ്സ് മീറ്റിംഗ് ഹിം, അവൾ ഓർക്കുന്നു. എന്ത്? ഷീ റിമെമ്പേഴ്സ് മീറ്റിംഗ് ഹിം, അവനെ മീറ്റ് ചെയ്തതായി ഓർക്കുന്നു, അവനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്, ആ ഒരു കാര്യം അവൾ ഇപ്പോൾ ഓർക്കുന്നു. ഐ റിമെമ്പർ ലോക്കിംഗ് ദ ഗേറ്റ്, ഗേറ്റ് ലോക്ക് ചെയ്തതായി ഞാൻ ഓർക്കുന്നു. ഇവിടെയൊക്കെ ING ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലോക്കിംഗ്, മീറ്റിംഗ്, ഡൂയിങ് എന്നൊക്കെ പറയുന്നത് ING ഫോമാണ്, അതായത് ജെറണ്ട് എന്ന് പറയാം നമുക്ക്. അപ്പോൾ റിമെമ്പർ ടു ഡു സംതിങ് എന്ന് പറയുന്നതും റിമെമ്പർ ഡൂയിങ് സംതിങ് എന്ന് പറയുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. റിമെമ്പർ ടു ഡു സംതിങ് എന്ന് പറയുന്നത് ചെയ്യാനിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. അതേസമയം റിമെമ്പർ ഡൂയിങ് സംതിങ് എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യം ഓർമ്മിക്കുന്നതാണിപ്പോൾ. ഐ റിമെമ്പർ ടു റൈറ്റ് എ ലെറ്റർ, ഒരു ലെറ്റർ എഴുതാനായി ഞാൻ ഓർക്കുന്നു, അതായത് അത് എഴുതണം എന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ട് എന്നാണ്. ഐ റിമെമ്പർ ടു റൈറ്റ് എ ലെറ്റർ. അതേസമയം ഐ റിമെമ്പർ റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ എഴുതിയതായി ഞാൻ ഓർക്കുന്നു, എഴുതി കഴിഞ്ഞു. ഐ റിമെമ്പർ ടു ഗിവ് യു മണി, നിനക്ക് പൈസ തരുന്ന കാര്യം ഞാൻ ഓർക്കുന്നു, തരുന്നത് അത് തന്നു കഴിഞ്ഞിട്ടില്ല, തരണമെന്ന കാര്യം ഞാൻ ഓർക്കുന്നു എന്നാണ്. ഐ റിമെമ്പർ
ഗിവിങ് യു മണി എന്ന് പറഞ്ഞാൽ നിനക്ക് പൈസ തന്നതായി ഞാൻ ഓർക്കുന്നു. അപ്പോൾ പൈസ തന്നു കഴിഞ്ഞു, അപ്പോൾ അത് ഞാൻ ഓർക്കുന്നു എന്നാണ്. അപ്പോൾ റിമെമ്പർ ടു ഡു സംതിങ് എന്ന് ഉപയോഗിക്കുന്നതും റിമെമ്പർ ഡൂയിങ് സംതിങ് എന്ന് ഉപയോഗിക്കുന്നതും ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലായല്ലോ.